ഇരുവൃക്കകളും തകർന്ന നിർധനനായ പഴയന്നൂരിലെ മുസ്തഫ സുമനസുകളുടെ കാരുണ്യം തേടുന്നു. ഓട്ടോ തൊഴിലാളിയായിരുന്ന മുസ്തഫ വിദേശത്തും ഏറെക്കാലം ജോലി ചെയ്തിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ പരിശോധനയ്ക്കൊടുവിൽ ഡയാലിസിസും കഴിഞ്ഞാണ് നാട്ടിലെത്തി ചികിത്സ ആരംഭിച്ചത്. 2 കിഡ്നിയും തകരാറിലായി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്നതിനായി ആശുപത്രി സന്ദർശനം നിരന്തരം നടത്തുകയാണ്. കൂടാതെ വീടും ജപ്തി ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ. നമസ്കാരമുണ്ട്. എൻ്റെ പേര് മുസ്തഫ. 52 വയസ്സായി. ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ 4 വർഷമായി അബുദാബിയിൽ ഒരു ക്ലീനിങ് ജോലി ചെയ്യുകയായിരുന്നു. അവിടുന്ന് ക്രിയാറ്റിൻ കൂടി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ കൂടിയൊക്കെ ആയിരുന്നു. അവിടുന്ന് ഡയാലിസിസ് കഴിഞ്ഞ് അവിടെ 10 ദിവസം ICU കിടന്ന് അവിടുന്ന് നാട്ടിൽ വന്നപ്പോൾ 4 മാസമായി. 4 മാസമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ സ്ഥിതി മോശമാണ്. വീട് കടത്തിലാണ്, ജപ്തിയിലാണ് ഉള്ളത്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. 3 മക്കളാണ്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയാണ്. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. നിവൃത്തിയോട് കൊണ്ടാണ്, വേറൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന PK ദാസ് വാടകംകുളത്താണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് അറിഞ്ഞുകൊണ്ട് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കുടുംബവുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ചികിത്സിച്ചാൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനാകുമെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു. 30 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ആവശ്യമായതിനാൽ മുസ്തഫയ്ക്ക് ഏവരുടെയും സഹായ സഹകരണം ആവശ്യമാണെന്ന് മുസ്തഫയുടെ സുഹൃത്തായ ലിയ കത്തലി തന്റെ സുഹൃത്തിന്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് വിവരിച്ചു. ഞാൻ മുസ്തഫാൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ പേര് ലിയ കത്തലി. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ അടുത്താണ്, കൂട്ടുകാരനാണ്, അറിയുന്നതാണ്. അപ്പോൾ ഈ മുസ്തഫ ഇവിടെ മുന്നേ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു വീട് വെക്കാൻ വേണ്ടി ലോണും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് അടവ് കറക്റ്റായി പോയി. പിന്നെ അടയ്ക്കാൻ പറ്റാതെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇരിക്കുന്ന സമയത്ത് തൊട്ടയൽവാസി ഉള്ള ചന്ദ്രൻ നായരുടെ മകനാണ് മുസ്തഫനെ ഗൾഫിൽ കൊണ്ടുപോയത്. അവിടെ പോയിട്ട് 4 വർഷത്തോളം അവിടെ നിന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ അടവും കാര്യങ്ങളൊക്കെ അടഞ്ഞങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലാസ്റ്റ് സമയത്ത് ഈ അസുഖം തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ വീണ്ടും തെറ്റി. ഇപ്പോൾ ജപ്തിയുടെ വക്കീലാണ് വീടിൻ്റെ കാര്യം നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. പിന്നെ അവിടെ അഡ്മിറ്റായി ICUലായിരുന്നു. ഡയാലിസൊക്കെ കഴിഞ്ഞ് ഒരു 6 എണ്ണം അവിടുന്ന് ചെയ്തിട്ട് പിന്നെ അവരവിടെ നിന്ന് നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇവിടെ ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KM അസീസ് എന്നിവരും ചികിത്സാ ധനസഹായ അഭ്യർത്ഥനയിൽ പങ്കുചേർന്നു. CCV ന്യൂസ് പഴയന്നൂർ.